മാരേജ് കഴിച്ചോ? യെസ്. അതെ അതെ, എൻ്റെ അടുത്ത് തന്നെ ഫസ്റ്റ് ആയിട്ട് വരണം. പിന്നെ വേറൊരാൾക്ക് കാണിക്കേണ്ട ആവശ്യം എനിക്ക് വരില്ല. ഓന് ബ്ലൂ ആക്കിയാൽ നമ്മളെയൊക്കെ ടൈം ആക്കലാണ് പണി. അതിൻ്റെ പേരിൽ അത് പ്രശ്നമൊന്നുമില്ല. കുറച്ച് പോസസീവ്നെസ് ഉള്ള ക്യാരക്ടറാണ്. ഡോണ്ട് വറി. റാഷി ഹായ്. യെസ് അതെ, ഞാൻ ഹോമിയാണ്. കൃഷ്ണ റോസി ഹലോ. ഇക്ക് എവിടെ? ഇക്ക് വീട്ടിൽ പോയി എന്നല്ല, മൂപ്പര് പോയി. മൂപ്പരുടെ ജീവിതം. ഞങ്ങൾ ഇത്രയും ദിവസം ഞങ്ങൾ ഒരേ ദിശയിലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ രണ്ടാളും രണ്ട് റൂട്ടിലേക്ക് തിരിഞ്ഞുപോയി. ഇനി അടുത്ത ആഴ്ച ആവട്ടെ. ഈ മലപ്പുറം അല്ലേ സ്ഥലം? അതെ. നിങ്ങൾ ചെറുക്കുണ്ട് ആണോ? എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു? എന്താ വിശേഷം? വളരെ നല്ല വിശേഷം. ഓൾ ഫൈൻ. നമ്മൾ ഹോമിയോനെ കാണിക്കൽ സുഖമായി. അപ്പോൾ എനിക്ക് വീണ്ടും പേഷ്യൻസിനെ കിട്ടി. മിക്കവാറും ഞാൻ പേഷ്യൻസിനെ കൊണ്ട് മരിക്കും. മാരേജ് കഴിഞ്ഞു. നിങ്ങളുടെ വീട് എവിടെ? മലപ്പുറം. അപ്പോൾ യൂട്യൂബ് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. എനിക്ക് ഇഷ്ടംപോലെ പേഷ്യൻസിനെ കിട്ടും അല്ലേ? ഞാൻ വിളിക്കും. മലപ്പുറത്ത് മഞ്ചേരി. പുന്നാരൊക്കെ ഒരു ഹായ് പറയാമോ? ഷോറി. അയാൻ മലപ്പുറം അല്ല, പറഞ്ഞു കേട്ട ഓർമ്മല്ല. അയാൻ മലപ്പുറം അല്ല, അയാൻ കാസർഗോഡാണല്ലോ. മുസീഫാസി ഉമ്മ ഉണ്ടോ മോനെ വീട്ടിൽ? ഞാൻ വരൂല. ജൈനക്കല്ല കേട്ടോ. ഇത് ഞാൻ നിങ്ങളൊക്കെ എൻ്റെ പരീക്ഷണ വസ്തുക്കളല്ലേ, ഞാൻ മേത്ത് പരീക്ഷിക്കും. മുസീഫാസി ഉമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി ചോദിക്കണേ മോനെ. ആദ്യം തന്നെ കാസർഗോഡ്. ഓൻ കാസർഗോഡാണ്. അയാനെ പ്രശ്നത്തിലാണ്. മാരേജ് കഴിഞ്ഞ് അല്ലല്ല, പ്രശ്നത്തിലല്ലോ മോനെ. സിറ്റി റാഷിനെ അറിയോ? ഇല്ല. സിംഗിളായി എനക്ക് വേണോ? വേണ്ട, എൻ്റെ ഉമ്മ കൊടുത്താൽ മതി മോനെ. എത്ര വർഷമായി? എൻ്റെ കല്യാണം 2 വർഷമാകുന്നു. മുസീഫാസി ഉമ്മ കൊണ്ടേ കൊടുത്താൽ മതി. എനിക്ക് താല്പര്യമില്ല കേട്ടോ. മോൻ്റെതാകുമ്പോൾ ഉമ്മക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. കസിൻ ബ്രദർ ആണോ? അല്ല, മൈ ബ്ലഡ് ബ്രദർ. ഇന്ത്യയുടെ നല്ല മഴ. യെസ്, നല്ല മഴയുണ്ട്. നാളെ മിക്കവാറും ലീവ് ഇട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാം. നാളെ ലീവ് തരാൻ കാലത്ത് നല്ല ബുദ്ധി ഉണ്ടാവട്ടെ. ആമീൻ. ജോലി കഴിഞ്ഞല്ലോ, എല്ലാം കഴിഞ്ഞു. 3:30 കഴിയും. ഇതിനെപ്പറ്റിയുള്ള ടോപ്പിക് ഒഴിവാക്കാം. എന്താടാ നമ്മൾ തമ്മിൽ അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോകണോ? നമ്മൾ തമ്മിൽ അങ്ങനത്തെ ഒരു ഇതാടോ? അയാനെ കുട്ടികൾ ഉണ്ടോ? കുട്ടികളില്ല. മുസീഫാസി അയ്യോ ഉമ്മാക്കില്ലേ മോനെ? ഉമ്മ ഇല്ലേ തനിക്ക്? ഇനി അതും ഇല്ല. അതുണ്ടായതാണ് തന്നെ. പിന്നെ എത്ര പറഞ്ഞിട്ടൊന്നാണോ മനം വരാൻ പോണില്ലല്ലോ. ഒരു ഉമ്മയെ കണ്ടാന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ പറയണത്. അപ്പോഴേലും ചിലവർക്ക് ബോധം വരും, നാണോ മാനം വരും. അതും ഇല്ലാത്തവർ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അറിയില്ല. ഇല്ല. ആരാണ്? മഴയുടെ ഫോട്ടോ അയച്ചു തരുമോ? നല്ല ശബ്ദം. സോറി, അത് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. നല്ല ഫോട്ടോസ് കിട്ടും. പുന്നാരക്കൊരു ഹായ് ഇല്ല. അപ്പോൾ മുസീഫാസി ഉമ്മാൻ്റെ ആദ്യം പോയിട്ട് ചെയ്യട്ടോ. എനിക്ക് അതും ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഉപ്പി ഉമ്മയൊന്നും സ്വന്തമായിട്ട് ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ എത്രയും എളുപ്പില്ലാതിരിക്കൂല. എന്താണ് ഇതിൻ്റെ പ്രശ്നം? പേമാരിയായിരിക്കും പെയ്യുന്നത്. പെയ്യട്ടേന്ന്, പെയ്തങ്ങോട്ട് തിമിർക്കട്ടെ. മുസീഫാസി പോയിട്ട് ഉമ്മാനോട് ചോദിക്കട്ടോ ആദ്യം. അവിടെ നിന്നല്ല ഇപ്പോൾ ഇതൊക്കെ തുടങ്ങിയത്. പേമാരി പെയ്യട്ടെ. എന്താണ് ഇതിൻ്റെ പ്രശ്നം? എന്ത് പ്രശ്നമാണ് തീർത്തേരും? SKV എനിക്ക് ചെയ്യണം. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞതിൻ്റെ മോളായിട്ട് ഒഴിവാക്കിയാൽ ഞാൻ കേൾക്കുന്നത് അതാണോ? അത് എനിക്കറിയില്ല. ഞാനേ അങ്ങനെ എന്താ ഉണ്ടായത് എന്നുള്ളത് സത്യത്തിൽ എനിക്ക് എൻ്റെ സത്യാവസ്ഥ അറിഞ്ഞൂടാ. ക്രോണോളജിക്കൽ ഫാക്ട്സ് ഹായ്. വേണ്ട മോനെ, നീ ഉമ്മാൻ്റെ ധൈര്യം ഇടുന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഇട്ടിക്കാം. എൻ്റെ നമ്പർ ഉണ്ടാ മുസീഫാസി, നമുക്ക് നേരിട്ട് ഡീൽ ചെയ്യാം. അപ്പോൾ ഷവറായിരിക്കും. ആവോ പാകിസ്ഥാനിൽ അല്ല, വേണ്ട. പാകിസ്ഥാനികളെ വേണ്ട, റിസ്ക് എടുക്കണ്ട. അത്രക്ക് വലിയ ആണത്തമുള്ളവനാണ് എങ്കിൽ എൻ്റെ നമ്പർ ഇതിലിടടാ. അത്ര കാണത്തുണ്ട് എന്നുണ്ടെങ്കിൽ. അല്ല പിന്നെ നാവും കൊണ്ട് മാത്രം അണത്തം കാട്ടിയിട്ട് കാര്യമില്ല കേട്ടാ. തൊള്ള കൊണ്ട് കാണിച്ചിട്ട് കാര്യമില്ല. അത്രക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ എൻ്റെ അഡ്രസ്സ് അയക്ക്, അല്ലെങ്കിൽ നമ്പറിൽ അയക്കാം അറ്റ്ലീസ്റ്റ്. എന്നിട്ട് ഈ പറയട്ടോ. അല്ലാത്തതുകൊണ്ട് കാര്യമില്ല കേട്ടോ.